പോട്ടെ അനുസരിച്ച് ഇടപെട്ടി പോട്ടെ ഇടിക്കട്ടെ കേട്ടോ. വെങ്ങര് ഓടിക്കാം കേട്ടോ. ഇന്നാളിതുപോലെ വീഡിയോ ഓൺ ചെയ്ത് ചോദിച്ചു, പക്ഷെ റെക്കോർഡായില്ല. ഈ കയറ്റത്തിൽ നിർത്തിക്കോ, ഒതുക്കി നിർത്തിക്കോ കേട്ടോ. അങ്ങനെ ഇനി എടുത്തു കയറ്റം എടുത്തു. വണ്ടി വണ്ടി പോകാറാകുമ്പോഴേ ആ ഗതി പോയിക്കൊണ്ടിരിക്കണം. അവിടെ തന്നെ ചവിട്ടി പിടിച്ച് വണ്ടി ഇറങ്ങുമ്പോൾ കേട്ടോ. നോക്കാം എങ്ങനെയാണ് ഇതുപോലെ എടുക്കുന്ന കാര്യം പറഞ്ഞ കേട്ടോ. എപ്പോഴാണ് വേണ്ട എന്ത് ചെയ്താലും കേട്ടോ. നമ്മൾ ബ്രേക്കിലെ കാലുണ്ട്, ആക്സിഡൻ്റ് എല്ലാം ഉണ്ട് കേട്ടോ. അവിടെ അയാൾ നോക്കുന്ന ആൾക്കാർ നോക്കണം കേട്ടോ. ഞാൻ നോക്കണം ജംഗ്ഷനിൽ അവിടെ 4 കൊണ്ട് ജംഗ്ഷനാണ് വരണം. അപ്പോൾ ഇവിടുന്ന് മുൻകരുതലാണ് വേണ്ട എന്നാ ചെയ്യേണ്ടത് കേട്ടോ. പാലിക്കാടുണ്ടാവും, ബസ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള രീതി നേരെ പോക്ക് നേരെ പോകണമെങ്കിൽ അതനുസരിച്ചുള്ള രീതിയിൽ വണ്ടി ഓവർടേക്ക് ചെയ്യാൻ വണ്ടിയുടെ നീളം അനുസരിച്ച് വേണം നമ്മൾ പോകാൻ കേട്ടോ. ആ വണ്ടിക്ക് നീളം കൂടുണ്ടെങ്കിൽ നമുക്ക് അറിയത്തില്ല. അത് കാരണം അടുത്ത വശത്ത് തന്നെ പിടിച്ചാണ് വണ്ടി ഓവർടേക്ക് ചെയ്യണം കേട്ടോ. കൊടുക്കുക, സെക്കൻഡ് കൊടുത്ത് പോകും. ആയിക്കോട്ടെ, ധൈര്യമായിട്ട് കയറിക്കും. വിട്ടു പേടിക്കൊന്നും വേണ്ട, വിട്ടടിച്ച് കിട്ടും. ഇത് അവിടെ നിന്നൊക്കെ വണ്ടി വരുന്നുണ്ടെങ്കിൽ ഇവിടെ കട്ടറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് വെട്ടിച്ച് മാറ്റണം. നമ്മുടേതായ രീതിയിൽ തന്നെ അവിടെ ബ്രേക്ക് ചവിട്ടി പയ്യെ ഇറങ്ങി പോകണം കേട്ടോ. ഇപ്പോൾ ബ്രേക്കാ കാല് വെച്ചോണം കേട്ടോ. ഇതുണ്ടോ അവിടെ പണി നടക്കുന്ന സ്ഥലമാണ്, ബ്രേക്കാ കാല് വെക്കണം കേട്ടോ. ചവിട്ടിക്കൊന്ന് ബ്രേക്കൊക്കെ ചവിട്ടി അങ്ങനെ പോട്ടെ. റോഡ് പണിയെന്ന് പറഞ്ഞിട്ട് ബോർഡ് വെക്കണ്ടേ, അവർ ബോർഡൊന്നും വെച്ചിട്ടില്ല. അതൊക്കെ 50 മീറ്റർ അകലേന്ന് കൊണ്ട് ബോർഡ് വെച്ച് ആൾക്കാർക്ക് സിഗ്നൽ കൊടുത്തിട്ട് വേണം. ഇത് പണിയുന്നിടത്ത് മാത്രമേ വെച്ചേക്കുന്നത്.
പയ്യെ പോയാൽ മതി. ജംഗ്ഷനാണ്. അവിടെ ഇപ്പം എന്താ ചെയ്യേണ്ടത്? ലക്ഷണ കാലത്ത് കയറിട്ട് കഴിഞ്ഞു കേട്ടോ. പയ്യെ പോയാൽ മതി. ഇവിടെ ആക്സിഡൻറ്റിൻ്റെ കാര്യമല്ല ഇവിടെ വേണ്ടത്. ഇവിടെ പയ്യ മുൻകരുതലാണ് ഇവിടെ ഫസ്റ്റ് ഉണ്ടാവുക. വണ്ടി ചവിട്ടി നിൽക്കുന്നത് കറക്റ്റാണ്, കുഴപ്പമില്ല. ഇവിടെ പയ്യപ്പോയാൽ മതി. അവിടെ നിന്നൊക്കെ വണ്ടി 200 മീറ്റർ ദൂരത്തോട്ട് നോക്കണം കേട്ടോ. അപ്പം നമ്മുടെ ട്രാക്കിലോട്ട് ഒരു വണ്ടിയോ എന്തെങ്കിലും കയറി വരുന്നുണ്ട്, അപ്പം ബ്രേക്കിലോട്ട് കാല് വരികയുണ്ട് കേട്ടോ. അല്ല ആക്സിഡൻറ്റ് കൊടുത്താൽ പോവല്ലേ വേണ്ട. പുറത്തൊക്കെ കൊടുത്ത് സാർമാരെല്ലാം ഗിയറും മാറി കാണിക്കണം കേട്ടോ. പിന്നെ അവിടുത്തെ സൈൻ ബോർഡിൻ്റെ ഇത് കൊണ്ട് നോക്കി, അതായത് സൈൻ ബോർഡിലൊക്കെ 30 ആക്കി കിടക്കണമെങ്കിൽ പിന്നെ ഗിയർ മാറണ്ട കേട്ടോ. ബ്രേക്കാക്കാല് കേട്ടോ. വളവൊക്കെ തിരിയും ബ്രേക്കാക്കാല് കണ്ടോ. റോഡിൻ്റെ സ്വഭാവം ഓരോ നിമിഷവും മാറും കേട്ടോ. ഓരോ സെക്കൻഡിലും റോഡിൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും. സ്വഭാവം എന്ന് പറഞ്ഞാൽ അവിടെ ചിലപ്പം തിരക്ക് കാണും, ചിലപ്പം തിരക്കില്ല. അപ്പോൾ അത് കാരണം ബ്രേക്കിലെ കാല് ചേട്ടത്ത് ബസ്സും ചേർന്ന് കൊടുക്കണം കേട്ടോ. ഒരുത്തം കയറി വരുന്നുണ്ടോ. അപ്പോൾ നമ്മളിവിടെ ഡിഫൻസ് ഡ്രൈവ് എന്ന് പറയും. അവരിൽ നിന്നൊരു അപകടം ഉണ്ടാകാം എന്ന ധാരണയിൽ നമ്മൾ ബ്രേക്ക് ചവിട്ടി അവരെയും രക്ഷിക്കണം, നമ്മളെയും രക്ഷിക്കണം ചെയ്തു കേട്ടോ. ബ്രേക്ക് കാല് വന്നു കേട്ടോ. വളവിൽ ഓവർടേക്കിംഗ് ഇല്ല കേട്ടോ. ഇവിടെ എവിടെയെങ്കിലും ഒതുക്കി നിർത്തിക്കണം. വെച്ചാൽ കാലെടുക്കാം.